കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി നെടുമൺകാവ് സജീവ് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. കഴിഞ്ഞ മാസം 21-ാം തീയതി ആരംഭിച്ച് മെയ് 21-ന് അവസാനിക്കുന്ന വായനാക്കളരിയുടെ 9ാം ദിനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം അധ്യക്ഷത വഹിച്ചു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ, ബേബി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ എഴുതിയ ഒരു കവിത തന്നെ ചൊല്ലാൻ പോവാണ്. ലഹരിക്കെതിരെ വല വീശി നിൽപ്പവർ കൊണ്ടുപോയത്ര ചോര നീരറ്റ ഞരമ്പുകൾ, വല വീശി നിൽപ്പവർ കൊണ്ടുപോയത്ര ചോര നീരറ്റ ഞരമ്പുകൾ, നിലയ്ക്കാതൊഴുകുന്നത്ര മാതൃവിലാപങ്ങൾ, നിലയ്ക്കാതൊഴുകുന്നത്ര മാതൃവിലാപങ്ങൾ, ഉലഞ്ഞുടഞ്ഞത്ര താതഹൃദയങ്ങൾ, ഉലഞ്ഞുടഞ്ഞത്ര താതഹൃദയങ്ങൾ, തുലഞ്ഞുപോയത്ര താലിച്ചരടുകൾ, തുലഞ്ഞുപോയത്ര താലിച്ചരടുകൾ, ഇനി വേണ്ട വേണ്ട നമുക്കീ ലഹരി പൂക്കും പകലിരവുകൾ, ഇനി വേണ്ട വേണ്ട നമുക്കീ ലഹരി പൂക്കും പകലിരവുകൾ, ലഹരി വല അറുത്തിടേണം നീ ജീവിത ലഹരി നുകർന്നിടേണം, ലഹരി വല അറുത്തിടേണം നീ ജീവിത ലഹരി നുകർന്നിടേണം, പുലരട്ടെ പുലരികളതിൻ ജാലമാക നീ വീടും നാടുമീ ഉലകവും ചേലത്തതാകട്ടെ അതിലെമ്പാടും വാസനിക്കും സ്നേഹതൈലമാകട്ടെ നിൻ പദചലനങ്ങൾ, പുലരട്ടെ പുലരികളതിൻ ജാലമാക നീ വീടും നാടുമീ ഉലകവും ചേലൊത്തതാകട്ടെ അതിലെമ്പാടും വാസനിക്കും സ്നേഹതൈലമാകട്ടെ നിൻ പദചലനങ്ങൾ, സ്നേഹതൈലമാകട്ടെ നിൻ പദചലനങ്ങൾ. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, ഡോക്ടർ ആർ ജയചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് നെടുമൺകാവ് സജീവ് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും, പിന്നെ അങ്ങനെയുള്ള ആളെ എന്തേ വിളിക്കാൻ പറ്റൂ? ചക്രവർത്തി കുമാരാ എന്നേ വിളിക്കാൻ പറ്റൂ. നമുക്ക് അങ്ങനെയൊക്കെ സൗന്ദര്യബോധമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സൗന്ദര്യബോധം തുടരാനാണ് നമ്മൾ വായിക്കാൻ പറയുന്നത്, അല്ലേ? നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ പള്ളിക്കൂടത്തിലെല്ലാം ലൈബ്രറി ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടാവും ലൈബ്രറി. ആ ലൈബ്രറിയിൽ പോയാൽ നിങ്ങൾ പേജ് കുറഞ്ഞ പുസ്തകങ്ങളെ എടുത്ത് വായിക്കാവൂ. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പ്രായം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുക. പേജ് കുറഞ്ഞ പുസ്തകം എടുത്ത് വായിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വായിച്ചു തീരുകയും വേറെ പുസ്തകം അന്വേഷിക്കുക. അല്ലെങ്കിൽ വലിയ തടിയും പുസ്തകം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉദ്ഘാടനവും സമാപനവും ഒരു ദിവസമായിരിക്കും, പിന്നെ വായിക്കുകയില്ല. അങ്ങനെയല്ല, വായന തുടരുക. ഏറ്റവും പേജ് കുറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയൊരു പുസ്തകം അവിടെ നിന്ന് പരതി എടുത്തുകൊണ്ട് പോവുക, 5 ദിവസത്തിനുള്ളിൽ തിരിച്ചുകൊണ്ട് കൊടുക്കുക. 5 ദിവസത്തിനുള്ളിൽ വായിക്കത്തില്ലെങ്കിൽ ഒരു ദിവസവും പിന്നെ ഒരിക്കലും വായിക്കത്തില്ലെന്ന് അർത്ഥം. അതിൻ്റെ സൈക്കോളജി അങ്ങനെയാണ്. 5 ദിവസത്തിനുള്ളിൽ വായിക്കാൻ കഴിയാത്തവൻ ചുമ്മാ മേടിച്ചുകൊണ്ട് പോയിക്കുകയാണ്, അവൻ ആളെ കാണിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് പോയിക്കുകയാണ്. ഇതൊരു നീതിബോധത്തിൻ്റെ കളിയാണ്. 5 ദിവസം കഴിയുമ്പോൾ തിരിച്ചുകൊണ്ട് കൊടുക്കുക, 5 ദിവസത്തിന് മുമ്പ് തിരിച്ചുകൊണ്ട് കൊടുക്കുക, അടുത്ത പുസ്തകം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അടുത്ത പുസ്തകം പരതിയെടുക്കുക. നിങ്ങളതൊരു സ്വഭാവമാക്കി എടുക്കുക. ഇല്ലെങ്കിൽ എന്നറിയാമോ, ഇങ്ങനെ വായനക്കളരി എന്നൊക്കെ പറഞ്ഞ് മീറ്റിംഗ് കിടക്കുമ്പോൾ എന്നെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഘോരം സംസാരിച്ചിട്ടങ്ങ് പോകും. അതോടുകൂടി ആർക്കും, എല്ലാവരും പറയാം കൊള്ളാരും നല്ല സംസാരമൊക്കെ ആയിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആർക്കും പ്രയോജനം ചെയ്യാതെ പോവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു പാട്ടോടെ പാടിയാലോ? വഴിയിലിരുന്ന് കുഴിക്കരുത്. പറഞ്ഞേ, വഴിയിലിരുന്ന് കുഴിച്ചാൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും വീഴും, നമ്മളും വീഴും, കുഴിക്കുന്നവനും വീഴും, അല്ലേ? കൈയടിച്ച് പാടുവോ? വഴിയിലിരുന്ന് കുഴിക്കരുത്, പൊതുവഴിയൊരു നാളും തടയരുത്. വഴിയിലിരുന്ന് കുഴിക്കരുത്, പൊതുവഴിയൊരു നാളും തടയരുത്. കുന്നിൻ മുകളിൽ കയറിയിരുന്നിട്ടുന്നതനെന്നു നടിക്കരുത്. കുന്നിൻ മുകളിൽ കയറിയിരുന്നിട്ടുന്നതനെന്നു നടിക്കരുത്. പറയാനായി ചെയ്യരുത്, ചെയ്തവയൊന്നും പറയരുത്. പറയാനായി ചെയ്യരുത്, ചെയ്തവയൊന്നും പറയരുത്. ഒരു കൈ ചെയ്യും നന്മകൾ നമ്മുടെ മറുകൈ പോലും അറിയരുത്. വഴിയിലിരുന്ന് കുഴിക്കരുത്, പൊതുവഴിയൊരു നാളും തടയരുത്. വഴിയിലിരുന്ന് കുഴിക്കരുത്, പൊതുവഴിയൊരു നാളും തടയരുത്. കുന്നിൻ മുകളിൽ കയറിയിരുന്നിട്ടുന്നതനെന്നു നടിക്കരുത്. അറിവുകൾ കഴിവുകൾ നേടാനായിട്ടൊരു നാളും മടി കാട്ടരുത്.
അറിവുള്ളവനാണെന്നു നിനച്ചിട്ടജ്ഞത വാരി വിളമ്പരുത്. വഴിയിലിരുന്ന് കുഴിക്കരുത്, പൊതുവഴിയൊരു നാളും തടയരുത്. കുന്നിൻ മുകളിൽ കയറിയിരുന്നിട്ടുന്നതനെന്നു നടിക്കരുത്. താഴെ ഇരുന്നാൽ വീഴില്ലെന്നാൽ മുകളിൽ കയറിയിരിക്കരുത്. മുകളിൽ കയറാൻ വഴി കാണിച്ചൊരു കോവണി തട്ടിക്കളയരുത്. വഴിയിലിരുന്ന് കുഴിക്കരുത്, പൊതുവഴിയൊരു നാളും തടയരുത്. കുന്നിൻ മുകളിൽ കയറിയിരുന്നിട്ടുന്നതനെന്നു നടിക്കരുത്. വഴിയിലിരുന്ന് കുഴിക്കരുത്, പൊതുവഴിയൊരു നാളും തടയരുത്. കുന്നിൻ മുകളിൽ കയറിയിരുന്നിട്ടുന്നതനെന്നു നടിക്കരുത്. അല്ല, എന്തിനാ ഞാൻ ഇപ്പം ഇതൊക്കെ പറയുകയും പാടുകയൊക്കെ ചെയ്തേ? നമ്മുടെ പള്ളിക്കൂടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. ഏതെങ്കിലും ഒരു ലൈബ്രറി കയറി ആ പുസ്തകം തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് 2 പേജ് ഒട്ടിയിരിക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? പുസ്തകത്തിലെ 2 പേജ് ഒട്ടിയിരിക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഇതുവരെയും ആരും ആ പുസ്തകം തുറന്ന് വായിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അത് ശരിയാണോ? പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ പള്ളിക്കൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാ, നിങ്ങളാ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവിടെ പുസ്തകമൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പുസ്തകം എടുത്തുകൊണ്ട് പോയിക്കൂടെ? ആഴ്ചയിൽ നിങ്ങളൊരു വെള്ളിയാഴ്ച എടുത്തുകൊണ്ട് അടുത്ത ആഴ്ച തിരിച്ചുകൊണ്ട് കൊടുത്താൽ മതി, അല്ലേ? ശനി ഞായറും ഒക്കെ വായിക്കാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾ ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുമോ? അതോ വെറുതെ പറയണോ? വെറുതെ തലവലിക്കുകയാണോ? വെറുതെ തലവലിക്കരുത്, അല്ലെങ്കിൽ അല്ലെന്ന് തന്നെ പറയണം, പറ്റില്ല എന്ന് തന്നെ പറയണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുസ്തകങ്ങളോട് ഒരു സ്നേഹം വരികയും പുസ്തകങ്ങൾ വായിക്കാനുള്ള ആഗ്രഹം തോന്നുക. അതുകൊണ്ടാണ് നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴേ നല്ല വാക്കുകളും വരികളും കിട്ടുന്നത്. ചങ്ങമ്പുഴ എഴുതുമ്പോൾ ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാം. വേറൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാ, നിന്റെ മോന്ത കണ്ട പട്ടി പോലും കഞ്ഞി കുടിക്കത്തില്ല എന്നല്ല പറഞ്ഞത്. പിന്നെയോ എന്താ പറഞ്ഞത്? ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാം. ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം ഉത്തമയായിരിക്കുന്നവളെ നിന്റെ മുഖത്തു നോക്കുമ്പോൾ എത്ര മനസ്സുകളാണ് തുടിക്കുന്നത്. അങ്ങനെയാ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാ തോന്നുന്നത്. പുസ്തകങ്ങൾക്ക് അങ്ങനെ ഒരു സൗന്ദര്യമുണ്ട്. നിങ്ങൾ ഡയോജനിസ് നേടിയിട്ടുണ്ടോ? ഡയോജനിസ് അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന കരുത്തനായ ആളാണ്. അലക്സാണ്ടർ ചക്രവർത്തി ഡയോജനിസിനോട് ചോദിക്കുന്നു, അങ്ങേക്ക് എന്താണ് വേണ്ടത് പറയൂ. ഡയോജനിസ് ഒറ്റ മറുപടി പറഞ്ഞു, അങ്ങോട്ട് മാറിയിക്ക്, വെട്ടം മറയ്ക്കരുത്, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് മാറിയിക്ക്, വെട്ടം മറയ്ക്കരുത്, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡയോജനിസ് പറഞ്ഞത്. പുസ്തകം വായിക്കുക ഒരു അനുഭവം കൂടിയാണ്. നിങ്ങൾ കബീർദാസിനെ കുറിച്ച് വായിക്കുകയാണെങ്കിൽ കബീർദാസ് ആരെ കാണുമ്പോഴും നമസ്കരിച്ചതിന് ശേഷം രാമാ എന്ന് വിളിക്കും. രാമ എന്ന് വെച്ചാൽ ദൈവമേ എന്ന് വിളിക്കുകയാണ്. രാമാ, ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? രാമാ, കബീർദാസ് നെയ്ത്തുകാരനായിരുന്നു. അങ്ങേക്ക് വസ്ത്രം നന്നായിരിക്കുന്നു രാമാ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇത്തരം ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിലാണ് പുസ്തകം വായിക്കുന്നതിന് പ്രസക്തി. നിങ്ങളത് ചെയ്യും എന്ന് വിചാരിക്കുകയാണ്. ഇല്ല എങ്കിൽ ഇതൊക്കെ വെറും പ്രഹസനങ്ങളോ പ്രകടനങ്ങളോ ആയിത്തീരും. അങ്ങനെ സംഭവിക്കരുത്. ധാരാളം പുസ്തകങ്ങൾ, നമ്മുടെ ആയുസ്സിൽ വായിച്ച് തീരാൻ കഴിയാത്തത്ര പുസ്തകങ്ങൾ അതിവിടെയുണ്ട്. ഞാൻ എൻ്റെ സംസാരം നിർത്തുക, പക്ഷേ ഞാൻ പോകുന്നില്ല. ഞാൻ സംസാരം നിർത്തിയിട്ട് ഈ മൈക്ക് നിങ്ങളുടെ കയ്യിലോട്ട് തരാൻ പോവാണ്. നിങ്ങൾ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം. പൈസയൊന്നും ചോദിക്കരുത്, തരത്തില്ല. നിങ്ങൾ എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. റെഡിയാണോ? റെഡിയാണോ? ഇതാരും പറഞ്ഞു തന്നില്ലായിരുന്നല്ലേ? ആരും പറഞ്ഞു തരണ്ട. അങ്ങനെയാണെങ്കിൽ സ്വന്തം ചോദ്യം വരും. റെഡിയാണോ? റെഡിയാണോ? മടിയാ? റെഡിയാണോ? ആ മിടുക്കൻ, നീയാണ് സംഭവം അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മൈക്ക് ദാ ഇവിടെ വയ്ക്കുന്നു. വേണമെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ചോദിക്കാം. എന്താ വേണ്ടത്? ഓടിയോ, മോളിങ്ങോട്ടെ ഓടിന്നു പോയി. അല്ല, ചോദിക്കാനല്ല, ഈ വിരലിൽ തൊടാനാ. ഏതെങ്കിലും ഒരു വിരലിലേ തൊടാവൂ. അപ്പോൾ ഗേൾസിനാണ് ആദ്യത്തെ ചാൻസ്. ഗേൾസിനാണ് ആദ്യത്തെ ചാൻസ്. തൊട്ട് പിന്നിരിക്കുന്ന ആളെന്ന് വന്നേ. ആദ്യം മോളുടെ പേര് പറ. ദേവദാരു. ദേവദാരു. 7. വീട് പാറയെടുത്ത്. അച്ഛനും അമ്മയും അമ്മാമ്മയും അനിയനും.
വീട് എവിടെ? നല്ല ചോദ്യം. ഒരു കൈയടിയെ കൈയടിച്ച ഒരു ചോദ്യമല്ലേ. എൻ്റെ വീട് നെടുമങ്കാവ് എന്ന സ്ഥലത്താ. ഒരു ചോദ്യം കൂടെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരൊക്കെ ഉണ്ട്? ഒരു ഭാര്യ, 2 മക്കൾ. പിന്നെ ഞാൻ. പിന്നെ കോഴിയുണ്ട്, പട്ടിയുണ്ട്, ലവ് ബേഴ്സ് ഉണ്ട്. അത് ശരിക്കും എൻ്റെ വീട്ടിലുണ്ടെന്ന് സത്യമായിട്ടുണ്ട്. ധാരാളം ചെടികളുണ്ട്, ചെടിയിൽ ധാരാളം കുരുവികളുണ്ട്. ഒരു ചോദ്യം കൂടെ. എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? ഗസ് ചെയ്യ്. 30. നീ നന്നായി വരും അല്ലേ? ശരി, ഓക്കെ. 30 എന്നാ പറഞ്ഞത്. അത് 30, 10, 11, 12, 13 വർഷം മുമ്പായി, 14 വർഷം മുമ്പായിരുന്നു. ശരി, ഓക്കെ, സന്തോഷം. മോള് ഒത്തിരി ചോദിച്ചു. ഒരു കൈയ്യടി കൊടുത്തേ. ഇനി ബോയ്സിൽ ഒരാളാ വരേണ്ടത്. ദാ നടുക്കിരിക്കുന്ന ആള്. ജെയിൻ 10ാം ക്ലാസ്സിൽ NSS ചാത്തന്നൂർ. ജോലി എന്ത്? ജോലി ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്, ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഇനിയും ചോദ്യം. ഏത് വിഷയം പഠിപ്പിക്കുന്നത്? ഞാൻ പഠിപ്പിക്കുന്നത് മലയാളം. അതാണ്ട് അഭിമുഖം നടക്കുന്നുണ്ട്. അഭിമുഖം കൈയടിക്ക്. അഭിമുഖം നടക്കുന്ന കണ്ട. എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. നീ എന്നെ ഇഷ്ടം. സാറിൻ്റെ പേര് വെച്ചില്ല. സാറിൻ്റെ പേരെന്തോ? എൻ്റെ പേര് സജീവ്. ഇത്രയും നേരമായിട്ട് പേര് സജീവ്. എൻ്റെ പേര് സജീവ്. ഓക്കെ, ഇനി ചോദ്യം ഉണ്ടോ? ഒരെണ്ണോടുണ്ട്. സാറിന് ഇത്ര മക്കളുണ്ട്? എനിക്ക് 2 മക്കൾ, 2 ആൺപിള്ളേര്. ഓക്കെ, നല്ല ചോദ്യങ്ങളായിരുന്നു. കണ്ടാ ചോദ്യങ്ങൾ വരുന്ന കണ്ടാ. ശരി, പോയിക്കോ. ഓക്കെ, ഏറ്റവും ബാക്കിലിരിക്കുന്ന ആ സുന്ദരിയായ പെൺകുട്ടിയോട്, എല്ലാവരും സുന്ദരിയാ. ആ തൊപ്പിയിട്ടിരിക്കുന്ന ആളുടെ, തൊപ്പിയല്ല ബോ വെച്ചിരിക്കുന്ന ആളുടെ ഒട്ടുപ്പുറത്ത് പിറമോട്ട് നോക്കിയാ. ഓടി ഓടി കൈയടിച്ചു വിട്, കൈയടിച്ചു വിട്. 2 വാക്യം എഴുതുക അല്ലേ? മക്കളുടെ പേരറിയണോ? എൻ്റെ മക്കളുടെ പേര് നവനിധി, നവരാഗ്. ഇനി ഭാര്യയുടെ പേര് ചോദിക്കണ്ട, വേറെ എന്തെങ്കിലും ചോദിക്കും. എൻ്റെ പേര് സുധീഷ്ണ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് പാറയടുത്ത്. ശരി, വരാമെന്നാ പറഞ്ഞ അപ്പൊ നമ്മൾ വിശ്വസിക്കണം അല്ലേ? ഒരാൾ വരാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണ്ടേ? മോനെ നീ വാടാ, ഓടി വാടാ. ആടാ, നീ അവന് കൈയടി വിടാം. വിളിച്ചപ്പോഴേ വന്ന് കൈയടിക്ക്. എൻ്റെ പേര് അഭിനന്ദ്. ഞാൻ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് പാറയടുത്താണ്. സ്കൂള് കല്ലുവാതുകൽ UPSൽ. വീട്ടിൻ്റെ പേരെന്താ? വീട്ടിന്റെ പേരെന്താന്ന് വെച്ചാൽ എൻ്റെ വീട്ടിന്റെ പേര് ഈണം. ഈണം എന്നാണ് ഞാനിട്ട പേരാ. അങ്ങനെ ഉണ്ട്, കൊള്ളാമോ? എന്നാൽ കൺഗ്രാജുലേഷൻ താടാ എനിക്ക്. ഓക്കെ, ശരി. ഏത് സ്കൂളിൽ പഠിപ്പിക്കുന്നു? ഞാനിപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വാക്കനാട്. കേട്ടിട്ടുണ്ടോ? എന്നാ കേൾക്കോ. സാറിൻ്റെ പിള്ളേരുടെ പേരെന്തിര്? ചോദിക്കണ്ട, ഓടിപ്പോ ഓടിപ്പോ. ആ ചുവന്നെടുപ്പ് ഓടിയാ. ആ ഓടി ഓടി മോളെ, ഓടി മോളെ, ഓടി ഓടി. എൻ്റെ പേര് സുമിത്ര. ഞാൻ ഇനി 7ൽ രാഘവാനന്ദ പഠിക്കുന്നു. അല്ല, ചെറുക്കര. സാർ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? ഞാൻ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 8 പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്തെല്ലാം ചത്തോലിരിക്കുന്ന കൈയടിക്കത്തില്ലേ ചോടോ? 8 പുസ്തകം എഴുതാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതിന് കൈയടിയൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങും. ഓക്കെ, ഒരു ചോദ്യം കൂടി. സാറിന് എത്ര വയസ്സുണ്ട്? 41.
41. വേറെ ഏതേലും ഒരു പുസ്തകത്തിന്റെ പേര് പറയോ? പേര് പറഞ്ഞുതരാം. അത് മിക്കവാറും ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. റുവാൽ സിംഗിൻ്റെ കാണും. അടിയൊച്ച എഴുത്തുകൾ പോരാളി മറ്റവൻ പടവും. അതാണ് എൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പേര്. ആരൊക്കെയാ? അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛമ്മ, ഞാൻ. അപ്പോൾ അനിയത്തിയുണ്ട്, ശിവനന്ദയുണ്ട്, 2 മക്കളല്ലേ? നീ ശ്രദ്ധിച്ചു കേൾക്കണം, സത്യമേ പറയാവൂ. അച്ഛനും അമ്മയ്ക്കും ഈ 2 മക്കളിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? രണ്ടുപേരെയും അപ്പോൾ ഞാൻ എഴുതിയ എല്ലാ പുസ്തകവും എനിക്കിഷ്ടമാണ്, അല്ലേ? ഞാൻ എഴുതിയ എല്ലാ പുസ്തകവും എനിക്കിഷ്ടമാണ്. അച്ഛനും അമ്മയ്ക്ക് നിങ്ങൾ 2 പേരെ ഇഷ്ടമാകുമെങ്കിൽ ഞാൻ എഴുതിയ എല്ലാ പുസ്തകവും എനിക്കിഷ്ടമാണ്. നല്ല ചോദ്യമായിരുന്നു നമ്മൾ, എനിക്ക് സന്തോഷമായി. ഓക്കെ, ഒരു ചോദ്യം കൂടെ ചുമ്മാ ചോദിക്കുക, നല്ല നിലവാരമുള്ള ചോദ്യം നീ ചോദിച്ചത്. അപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ള കപ്പാസിറ്റി ഒരാൾ വെയിറ്റ് ചെയ്യുന്നു, അവനവിടെ വെയിറ്റ് ചെയ്യുന്നു, ഓടി വേണം, നമുക്കൊരു ധൈര്യം മോളിപ്പോൾ ചോദിക്കും. പിന്നെ നടക്കുന്നില്ല, അത്രയും കുട്ടികളില്ലേ? അപ്പോൾ പിന്നെ വരണം. എൻ്റെ പേര് ഹാനോക്ക്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന NSSലാണ്. ശീമാട്ടിയ വീട്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പച്ച. ആ, സാറിൻ്റെ വീട് എവിടെ? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമോ? നമ്മൾ പോകുന്ന എല്ലാ സ്ഥലവും ഇഷ്ടം. ഒരു സ്ഥലത്തോടും ശത്രുതയൊന്നുമില്ല. എന്നാലും പാലക്കാട് ജില്ല എനിക്ക് വലിയ ഇഷ്ടം. അവിടെ 5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. വലിയ ഇഷ്ടമാണ് പാലക്കാട്. നല്ല രസമാണ്. ഇഷ്ടംപോലെ കൃഷിഭൂമികളുണ്ട്, മയിലിനെ കാണാം, ഗ്രാമങ്ങളൊക്കെ നല്ല രസമാണ്. പിന്നെ ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ട്, നല്ല രസം. ഞാൻ ഇനി ട്രാൻസ്ഫർ വാങ്ങി അങ്ങോട്ട് പോകും വീണ്ടും, ഒന്നും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പാലക്കാട് ജില്ല വലിയ ഇഷ്ടം. ഓക്കെ. എൻ്റെ പേര് അനാമിക. ഞാൻ ഇനി 8ാം ക്ലാസ്സിൽ. സാറിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര്? എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് 2007 ഇറങ്ങിയത് കലഹസംബന്ധിയായി ചിലത്. എൻ്റെ പുസ്തകങ്ങളെല്ലാം നീണ്ട പേരുകളാണ്. ഓക്കെ, ശരി. ഓക്കെ, എൻ്റെ ആദ്യത്തെ പുസ്തകം മോളെ വേണ്ട അവിടെ ആച്ചിരിക്കുന്ന. തിരിഞ്ഞു നോക്കണ്ട. എൻ്റെ പേര് ഡെൽന റെൻസിത്ത്. ഞാൻ ഇനി 8ലാണ് പഠിക്കുന്നത്. സാർ എഴുതിയ 2ാമത്തെ പുസ്തകം? ഞാൻ എഴുതിയ 2ാമത്തെ പുസ്തകത്തിൻ്റെ പേര് ചന്തുമേനോൻ ജീവിതവും കൃതികളും. ചന്തുമേനോൻ ഇല്ലേ, ഒയ്യാരത്തെ ചന്തുമേനോനെ കുറിച്ച് മലയാളത്തിൽ ഒരു ബാലസാഹിത്യ കൃതിയുള്ളൂ. അതെൻ്റെ പുസ്തകം. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട കവി? ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം. മോളുടെ സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു, ടീച്ചേഴ്സും കുട്ടികളെല്ലാം കൂടി ചേർന്ന്. ഫോട്ടോ അച്ചടിച്ച് കിട്ടി. മോളെ പേരെന്താ? ഡെൽന ആദ്യം ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ നോക്കുന്നത് ആരെയായിരിക്കും? അത് എന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരായിരിക്കും? അല്ലേ, ആദ്യം തന്നെ. അത് അഹങ്കാരം കൊണ്ടല്ല, ആദ്യം നമുക്ക് നമ്മളെയാണ് ഇഷ്ടം. ബാക്കി എല്ലാ എഴുത്തുകാരെയും ഇഷ്ടം. എന്താ വെച്ചാൽ അവരൊക്കെ എഴുതി വായിക്കുന്നുണ്ടാണല്ലോ നമുക്കൊരു വായന അഭിരുചിയൊക്കെ വരുന്നത്. എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എന്നെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്ന് പറയുന്നതിൽ സന്തോഷം തോന്നണം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. നല്ല ചോദ്യം മോള് ചോദിച്ചത്. ഇനി ആരാ? വാ ഓടിയാ. എന്തത്ര സംശയം? വാ വാളയാ, കുഴപ്പമില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ അവിടെ നിൽക്കല്ലേ, ഒന്നുമില്ല. വാ മോനെ വാടാ. നീ പറ, നീ തൊപ്പിയിട്ടിരിക്കുന്ന സുന്ദരൻ. ഓടിവാ, ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഓടിയാ. എൻ്റെ പേര് സഞ്ജയ്. ഞാൻ 6ൽ പഠിക്കുന്നു. ആലോചിക്കണം, സമയം വേണം. വരുമോ? ഇനി ഞാൻ വിളിക്കാതെ കൈ പൊക്കി കാണിക്കുമോ? ഞാൻ ചോദ്യമായെന്ന് പറയുമോ? പറയും. ഓക്കെ. നീ അല്ല ആദ്യം വരേണ്ടവൻ. എൻ്റെ പേര് സൂരജ.
എൻ്റെ 8 ക്ലാസ്. എട്ടിലാണ് പറഞ്ഞു ചോദിച്ചു ഞാൻ കേട്ടില്ല. ഒരു ചോദ്യം. എൻ്റെ പേര് സൂരജ്, 8 ക്ലാസ്. പറ. രഹസ്യമായിട്ട് ചോദിക്കണം. അത് രഹസ്യമായിട്ട്. ഞാൻ കബഡി കളിക്കുമോ എന്നാ ചോദിച്ചേ. ഞാൻ പണ്ട് കബഡി കളിക്കാറ് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇപ്പം കബഡി കളിക്കുന്ന പ്രായമാണോ? കാരണം കബഡി കളിക്കാം, എപ്പോൾ കബഡിയൊന്നും കളിക്കത്തില്ല. നീ കബഡി സ്പെഷ്യലിസ്റ്റാ? അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മെഡൽ ഉണ്ടാക്കി തരണം. ഓക്കെ, ശരി, ഓക്കെ. എൻ്റെ പേര് അദ്വൈത്, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാറിൻ്റെ വീട് എവിടെ? എൻ്റെ വീട് എവിടെയാ? ഞാൻ പറഞ്ഞായിരുന്നു, നെടുമങ്കാവ്. ഒരു ചോദ്യം കൂടി ചോദിക്കോ? സാറിൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് സജീവ്. സാറ് പുസ്തകം വായിക്കുമോ? അങ്ങനെ ഒരുപാട് വായിക്കും. സാറ് പിന്നെ ഇല്ലേ വണ്ടി ഓടിക്കൂ? വണ്ടി ഓടിക്കും. ഞാൻ വണ്ടി ഓടിച്ചാ വന്നേ. സാറിന് കൊച്ചുണ്ടോ? കൊച്ചുണ്ട്, 2 പേര്. കൊച്ചുങ്ങളെ പേര്? നവനിധി, നവരാൻ. സാറ് കൊച്ചിലെ കളിക്കുമോ? ഞാൻ എല്ലാം കിളിത്തട്ട് കളിക്കും, ഓട്ടം, അടിച്ചോട്ടം, തീപ്പെട്ടിപ്പടം, ഇതെല്ലാം കളി. നീ ഒരു സംഭവമാണ് കേട്ടോ. നീ ആരൊക്കെയോ ആവുന്ന ഒരാളാണ് കേട്ടെ. ഓക്കെ, ശരി. എൻ്റെ പേര് ശ്രീലക്ഷ്മി, ഞാൻ ഇനി 10ല്. അവിടെ ആ അറ്റത്തിരിക്കുന്ന ഒരു കാവി നിറമുള്ള ചുരിദാറിട്ട ആൾ ഓടി വാ. സാറിന് കവിതകൾ എഴുതാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്ത്? അതൊരു നല്ല ചോദ്യം. ഒന്ന് കൈയടിച്ചു കൊടുത്തേ. ഈ മോള് ചോദിച്ച പേരെന്താ? ശ്രീലക്ഷ്മി എന്നോട് ചോദിക്കുകയാണ്. ശ്രീലക്ഷ്മി നല്ലൊരു ചോദ്യം ചോദിക്കുന്നു. സാറിന് കവിത എഴുതാൻ എന്തുകൊണ്ടാണ് കവിത അങ്ങനെയല്ലേ ചോദിച്ചു? കവിത ഇഷ്ടപ്പെടാൻ കാരണം, കവിത എഴുതാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്ത്? അതിന് വ്യക്തമായ മറുപടി ഞാനെന്നല്ല ആരും പറയില്ല. ഒന്ന്, നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യത്തെ ഇങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ എനിക്ക് വഴക്ക് കൂടാൻ ഭയങ്കര പ്രയാസം. ചീത്ത പറയാൻ ആളുകളെ വഴക്ക് നേരിട്ട്. ഞാൻ അതൊക്കെ എഴുതിയാണ് തീർക്കുന്നത്. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിലും അത്ര ദേഷ്യം വന്നാലും അപ്പം ഞാൻ അല്ലാതെ ഒരാളെ തല്ലിയോ അവരോട് വഴക്ക് ചീത്ത പറഞ്ഞോ ഒന്നും ഞാൻ തീർക്കൂല. അതുകൊണ്ടായിരിക്കണം എനിക്ക് കവിതയോട് ഇഷ്ടം തോന്നുന്നത്. പണ്ട് വിഷമം വന്നപ്പോഴൊക്കെ ഇങ്ങനെ കവിത എഴുതാം. നിങ്ങളെ ഒരാളായിട്ട് അടിയടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ തൂങ്ങിച്ചാവുന്നേ? നിങ്ങൾ എഴുതിയാൽ പോരെ. നിങ്ങളെ അമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞു നിങ്ങൾ ബ്ലേഡ് വെച്ച് നരമ്പ് മുറിക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അല്ലേ? അങ്ങനെ എഴുതണം. നമ്മുടെ മനസ്സിലുള്ള ആ വികാരങ്ങളൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ അത് കവിതയൊക്കെ ആവും, ചിലപ്പോൾ കഥയാവും. ഇല്ലേ? അതാണ് നല്ല ചോദ്യം നമ്മളെ ചോദിച്ചു. നല്ല ചോദ്യം, നിലവാരമുള്ള ചോദ്യം. വാണ്. എൻ്റെ പേര് ആലിയ, ഞാൻ +2ലാണ് പഠിക്കുന്നത്. പാരിപ്പള്ളി അമൃത സ്കൂൾ. വീട് ഇവിടെ അടുത്താണ്. അല്ലല്ല, സീന ടീച്ചർ. സാറിന് ഇഷ്ടമുള്ള ഒരു കവിത 2 വരി പാടും. എനിക്ക് ഇഷ്ടമുള്ള ഒരു കവിത 2 വരി പാടാൻ പറയുന്നു. അപ്പോൾ വായനക്കളരിയൊക്കെ അല്ലേ? മലയാളത്തെക്കുറിച്ച് പറയട്ടെ. മലയാളത്തെക്കുറിച്ച്. മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം, മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം, മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം. കുരുന്നു ചുണ്ടുകളാദ്യമോദിയ അമ്മ മലയാളം, സ്നേഹത്തിൻ്റെ നാമ്പുകളായി നമ്മുടെ മലയാളം, മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം, മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം, മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം. ഒരു ചോദ്യം കൂടെ. സാർ ഇവിടെ അടുത്ത ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? തൊട്ടടുത്ത സ്കൂളിലൊക്കെ ഞാൻ വർക്ക്. എൻ്റെ വൈഫ് ചെയ്തിട്ടുണ്ട്. നെടുങ്ങോലം സ്കൂളിലും കല്ലുവാക്ക സ്കൂളിലും കുറച്ച് വർഷം ഉണ്ടായിരുന്നു. കല്ലുവാക്ക സ്കൂളിൽ 1 മാസം ഉണ്ടായിരുന്നു. നെടുങ്ങോലം സ്കൂളിൽ ഒരു 4 വർഷം ഉണ്ടായിരുന്നു എൻ്റെ വൈഫ്. ഞാൻ തൊട്ടടുത്ത് എങ്ങുമില്ല. പള്ളിമൺ സ്കൂളിൽ വന്നിട്ടുണ്ട്. പള്ളിമൺ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 4 വർഷം ഞാൻ. അതാ തൊട്ടടുത്തെന്ന് പറയാം. തൊട്ടടുത്തല്ലല്ലോ, അതിനപ്പുറത്തല്ലേ. ഞാൻ കല്ലുവാതൊക്കെ LP സ്കൂളിൽ പഠിക്കും.
സാറിൻ്റെ വീട് എവിടെ? സാറിൻ്റെ മക്കൾക്ക് എത്ര വയസ്സുണ്ട്? ഒരാൾക്ക് 16, ഒരാൾക്ക് 7. ഓക്കെ, ശരി. എൻ്റെ പേര് ഇതൾ സനീഷ്. ഞാൻ ഇനി 5ലാണ് പഠിക്കുന്നത്. ഇതൾ സനീഷ്. അടിപൊളി പേരാണല്ലോ. നല്ല പേര്. ഞാൻ 5ലാണ് ഇനി പഠിക്കുന്നത്. ഇതൾ സനീഷ്. അച്ഛൻ്റെ പേര് വിളിച്ചോ. സാറിന് ഇഷ്ടമുള്ള കവിത ഏതാ? കവിതയോ? മറ്റുള്ളവർ എഴുതിയല്ലേ? എല്ലാ കവിത എനിക്ക് ഇഷ്ടമാണ് മോളെ. വായിക്കുന്ന എല്ലാം ഇഷ്ടം. എന്താണെന്നറിയാമോ? വായിക്കുന്ന ഒരാൾക്ക് അതൊക്കെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഏതെങ്കിലും കവിത ഇഷ്ടമല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്. ഇഷ്ടമല്ലാതൊക്കെ ഉണ്ടാവും, പക്ഷേ അപ്പോഴും അത് വായിക്കുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ നമുക്കത് വായിച്ചിട്ട് നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല, എന്നാലും അത് വായിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, എല്ലാ കവിതയും ഇഷ്ടം. ഓക്കെ, സാറ് 4ാമത് എഴുതിയ കവിതയുടെ പേര്? 4ാമത് എഴുതിയ കവിതയാണ്, 4ാമത് എഴുതിയ പുസ്തകം. 4ാമത് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ഒട്ട വീണ ഒരൊറ്റ മുണ്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എത്ര? എൻ്റെ പേര് അപർണ. അർത്ഥം എന്താ? അപർണ, പാർവതി ഇല്ലേ? പർണം എന്ന് വെച്ചാൽ പണ്ട് പാർവതി ശിവനെ തപസ് ചെയ്തപ്പോഴേ ഇല പോലും കഴിക്കാതെ ഭയങ്കര തപസ് ചെയ്തു. അപർണ, ഇല പോലും കഴിക്കാതെ. സാറിൻ്റെ വൈഫിൻ്റെ പേരെന്താ? ദേശരി. വേറെ ചോദിക്കുക. ഒരു ചോദ്യമുള്ളൂ. വായനയുടെ പരിപാടി അറിയണമെന്ന്, പുസ്തകത്തെക്കുറിച്ച്, വായനയെക്കുറിച്ച്. നമ്മുടെ വായന കളരിയല്ലേ? എന്തെങ്കിലും സാർ 2ാമത് എഴുതിയ പുസ്തകത്തിൻ്റെ പേര്? പുസ്തകത്തിനെ കുറിച്ച് അന്ത് പറയും. പറഞ്ഞോടെ ഒരു ചോദ്യം കൂടെ, ഒരു ചാൻസ് കൂടെ ഉണ്ട്, മതി. ഓക്കെ, ശരി, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർക്ക് എന്നോട് ചോദ്യം ചോദിക്കും കേട്ടോ. മുതിർന്നവർക്കും ചോദിക്കാവുന്നതാണ്. ഞാൻ അതും പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും വന്ന് മുതിർന്ന ഒരാൾ എന്നോട് ചോദ്യം ചോദിക്കുമെന്ന്. കൈയ്യടി കൊടുക്ക്. ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ പൊളിഞ്ഞു പോകുന്ന വിചാരിച്ചു. എൻ്റെ പേര് ബേബി കൃഷ്ണൻ. ഞാൻ സഹയാത്രി ആർട്സ് ക്ലബ്ബ് വിളവാൻ്റെ പ്രസിഡൻറ്റ്, തിരുവനന്തപുരത്തിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ തെക്കുറിശ്ശി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗമാണ്. 2 സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ്. ഇനി 3ാമത്തെ സിനിമ അടുത്ത മാസം ഉണ്ട്. അത് കൂടാതെ എൻ്റെ 2ാമത്തെ പുസ്തകത്തിൻ്റെ സാറിൻ്റെ ഇരിക്കുന്നു, തെക്കുറിശ്ശി ഫൗണ്ടേഷൻ സെക്രട്ടറിയിൽ ഇരിക്കുന്നു. സാറിൻ്റെ പുസ്തകമെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടോ? എല്ലാം ചെയ്തിട്ടുണ്ട്. 8ാമത്തെ പുസ്തകം ചർച്ച ചെയ്തോ? അല്ലാത്തൊരമ്മാവൻ, തഴുകുന്നൊരമ്മാവൻ, താമരത്താരുപോലമ്മാവൻ, സന്ധ്യയ്ക്കു നാമം ജപിക്കുമ്പോൾ നെറ്റിയിൽ ചന്ദനം ചാലിക്കുമമ്മാവൻ, തല്ലാത്തൊരമ്മാവൻ, തഴുകുന്നൊരമ്മാവൻ, താമര താരുപോലമ്മാവൻ, സന്ധ്യയ്ക്കു നാമം ജപിക്കുമ്പോൾ നെറ്റിയിൽ ചന്ദനം ചാലിക്കുമമ്മാവൻ, ഉണ്ണിക്കിടങ്ങൾക്ക് വെള്ളി തളികയിൽ പാൽക്കഞ്ഞിയേകുന്നൊരമ്മാവൻ, തല്ലാത്തൊരമ്മാവൻ, തഴുകുന്നൊരമ്മാവൻ, താമര താരുപോലമ്മാവൻ, ഓടുമ്പോൾ ചാടുമ്പോൾ ഓടിക്കളിക്കുമ്പോൾ കൂടെ കളിക്കുന്നൊരമ്മാവൻ, തല്ലാത്തൊരമ്മാവൻ, തഴുകുന്നൊരമ്മാവൻ, താമര താരുപോലമ്മാവൻ, ഉണ്ണിക്കിടങ്ങൾക്ക് വെള്ളി തളികയിൽ പാൽക്കഞ്ഞിയേകുന്നൊരമ്മാവൻ, ഓടുമ്പോൾ ചാടുമ്പോൾ ഓടിക്കളിക്കുമ്പോൾ കൂടെ കളിക്കുന്നൊരമ്മാവൻ, ആരാണമ്മാവൻ, 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 ആകാശത്തമ്മാവൻ, അമ്പിളിയമ്മാവൻ, അമ്മാവൻ,
ഓടുമ്പോൾ ചാടുമ്പോൾ ഓടി കളിക്കുമ്പോൾ കൂടെ കളിക്കുന്നൊരമ്മാവൻ. കൊച്ചുനാളിലേ അമ്മ തീറ്റ എന്തെങ്കിലും തിന്നാൻ വെച്ചിട്ടേ അമ്പിളിയമ്മാവന് കൊടുക്കും അല്ലേ. ഉണ്ണി കിടങ്ങൾക്ക് വെള്ളി തളികയിൽ പാൽക്കഞ്ഞിയേകുന്നൊരമ്മ. ചന്ദ്രനെ നോക്കിയിട്ട് നമ്മൾ താഴോട്ട് ഓടിയും ചാടിയും ചെയ്താലോ. ഓടുമ്പോൾ ചാടുമ്പോൾ ഓടി കളിക്കുമ്പോൾ കൂടെ കളിക്കുന്നൊരമ്മാവൻ. തല്ലുവോ? തല്ലാത്തൊരമ്മാവൻ തഴുകും. എന്താ തഴുകുന്നേ? ആ നിലാവ് കൊണ്ടല്ലേ. തല്ലാത്തൊരമ്മാവൻ തഴുകുന്നൊരമ്മാവൻ താമര താരുപോലമ്മാവൻ. എല്ലാവരോടും പറഞ്ഞേ, ആരാണ് ആ അമ്മാവൻ? ആകാശത്തമ്മാവൻ, അമ്പിളിയമ്മാവൻ. രാരിത്തത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ, കോഴി കൊത്തിയാലോ എൻ്റെ മാല പൊട്ടൂലേ. രാരിത്തത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ, കോഴി കൊത്തിയാലോ എൻ്റെ മാല പൊട്ടൂലേ. മാല പൊട്ടിയാലോ എന്നെ അച്ഛൻ തല്ലൂലേ, അച്ഛൻ തല്ലിയാലോ എന്നെ അമ്മ കൊല്ലൂലേ. അമ്മ കൊന്നാലോ എന്നെ വലിച്ചെറിയൂലേ, വലിച്ചെറിഞ്ഞാലോ എന്നെ ചിതലരിക്കൂലേ. ചിതലരിച്ചാലോ എന്നെ കോഴി കൊത്തൂലേ. രാരിത്തത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ, രാരിത്തത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ. കോഴി കൊത്തിയാലോ എൻ്റെ മാല പൊട്ടൂലേ. പാടി നല്ല മലയാളത്തിൻ്റെ അതിരു തലയ്ക്കൽ ചെമ്പും ചെമ്പകപ്പൂമരമൊന്നേ പൊടിച്ചു കിളുത്തേ ഒറ്റത്തൂണിലൊരു തൂൺമേലാണേ കളരി ചെങ്ങന്നൂർ കളരി പറവൻ പൊന്മണി മികവേറും നല്ല പുതിയ പൊന്മണി നഗരിയിൽ പല നാട്ടിൻ പല മഹിമ കേട്ടുള്ള പല നാടും മതി ഗുരുക്കളെ. പറവൻ പൊന്മണി മികവേറും നല്ല പുതിയ പൊന്മണി നഗരിയിൽ പല നാട്ടിൻ പല മഹിമ കേട്ടുള്ള പല നാടും മതി ഗുരുക്കളെ. ഓടി തലകുത്തി പരിച കാട്ടിയും വടിവാൾ വലിച്ചെടുക്കിലും പരിച കാണുമ്പോൾ അവർക്ക് തോന്നും പറക്കും മാനത്തെ പരുന്തുപോൽ. 12 മലനാടന്മാർ കൊലവില്ലന്മാരെ തകതുമത് ചാട്ടത്തിനെതിരായി പടവെട്ടി പറക്കുന്നു. വാളുകൾ മറിയുന്നു, പരിചകൾ പറക്കുന്നു, എതിരായി പടവെട്ടും. സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗഗായികേ. ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. കാനനച്ചില്ലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. പാടില്ല പാടില്ല പണ്ടേ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും പോകുമോ നീ? നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്ന് വേണ്ടോ മലാളെ. കാനന ചില്ലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in a sky. കാനനച്ചാലയിലാടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ.
പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും നിന്റെ കൂടെ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലരെ കാനനച്ചാലയിലാടുമേക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. ഇങ്ങു നീലത്തുരത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചിലർക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഇന്നി നിന്നൊരമ്പിളി അമ്പിളിക്കരയ്ക്കുള്ളിലെ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞുയറി ദൂരത്തിൽ എന്തു പതുങ്ങിയല്ലോ. അമ്പിളിക്കരയ്ക്കുള്ളിലെ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി കൂടത്തിൽ എങ്ങു പതുങ്ങിയല്ലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ടു മെല്ലെ. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാ കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാ കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാ കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്.